ഇതാണ് നമ്മുടെ ഉള്ളി ചട്നി. ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ പറ്റിയ ഒരു ചട്നിയാണ്. ഇനി ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞാൽ, ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട് മീഡിയം സൈസ്, പിന്നെ ഒരു 3-4 വറ്റൽമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളിയും സവോളയും കൂടെ മിക്സ് ചെയ്ത് അരിഞ്ഞതാണ്, പിന്നെ വെളുത്തുള്ളി. ഞാൻ ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇടാറുള്ളൂ. പിന്നെ ചിലർ മറ്റേ പൊട്ടുകടലയും ഒക്കെ ഇടാറുണ്ട്, ഞാനതൊന്നും ഇടുന്നില്ല. ആദ്യം തന്നെ വെളിച്ചെണ്ണയാണ് വെക്കുന്നത്. വെളിച്ചെണ്ണ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ മതി, ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയൊക്കെ മതിയാവും, 1-1.5 ടീസ്പൂൺ. അതിലേക്ക് കായം പൊടിയാണ് ഇടുന്നത്. കായംപൊടി ഒരു 1/2 ടീസ്പൂണൊക്കെ ഇടാം. പിന്നെ കറിവേപ്പില, കായംപൊടിയുടെ ടേസ്റ്റ് കൂടുതലുള്ളവർക്ക് കുറച്ച് കൂട്ടി ഇടാം. പിന്നെ വറ്റൽമുളക് ഇട്ടു. ഇനിയാണ് നമ്മൾ ഈ വെളുത്തുള്ളി ഇട്ടു, സവോള ഇട്ടു. സവോളയും ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞ് രണ്ടും കൂടെ മിക്സാണ്. ചെറിയ ഉള്ളി മാത്രം ഇട്ടിട്ടുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഒരുപാട് വഴറ്റൊന്നും വേണ്ട, കുറച്ച് ഉപ്പിട്ട് വഴന്ന് വരാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ കുറച്ച് മുളക് പൊടി ഇടുകയാണ്, ഒരു 1/2 to 1/4 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ കശ്മീരി മുളകാണ് ഇടുന്നത് കളറിന് വേണ്ടിയിട്ട്, എന്നാലും എരിവും ഉണ്ട്. പിന്നെ ഇനി മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയൊക്കെ മതിയാവും. മഞ്ഞൾപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഞാനത് ഇടാറുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നി തന്നെയാണിത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ആ പൊടിയുടെ പച്ചമണം പോകുന്നവരൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഒരു ടൊമാറ്റോ, ഒരു ചെറിയ ടൊമാറ്റോ ആണത്. നമ്മുടെ തക്കാളി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഒന്ന് വലിയ തക്കാളിയൊക്കെ എടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ചട്നിയേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ഒരു ടൊമാറ്റോ ആണ് ഇട്ടിരിക്കുന്നത്. കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചാൽ നന്നായിരിക്കും. ഒരു ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ചാൽ മതി, 1-1.5 ടേബിൾ സ്പൂൺ വെള്ളം, ഒരുപാട് വെള്ളം ഒരു ഒഴിക്കരുത്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 1-2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. കണ്ടോ, 2 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ല വരണ്ട് തക്കാളിയൊക്കെ നല്ല വെന്ത് ഡ്രൈ ആയിരിക്കണം. ഡ്രൈ ആയി കഴിഞ്ഞ് ഇത് തണുപ്പിക്കാൻ വെക്കണം. തണുപ്പിച്ചതിന് ശേഷം മാത്രമേ മിക്സിയിൽ ജാറിലിടാവൂ. ഞാനിത് ഇട്ടെങ്കിലും ഇപ്പം അരയ്ക്കുന്നില്ല, തണുത്തതിന് ശേഷം അരയ്ക്കുള്ളൂ. കാരണം അല്ലെങ്കിൽ ചൂടോടെ നമ്മൾ അരയ്ക്കാൻ പോയി കഴിഞ്ഞാൽ ലോക്കിങ് ഇല്ലാത്ത മിക്സിയുടെ ജാറാണെങ്കിൽ ചിലപ്പോൾ പുറത്തേക്ക് ചാടി തെറിച്ച് വരാനൊക്കെ ചാൻസ് ഉണ്ട്. സോ അത് ചൂടോടെ ഒരിക്കലും ചെയ്യരുത്. തണുത്തതിന് ശേഷം ഇങ്ങനെ തന്നെ അരച്ചിട്ട് ചട്നിയായിട്ട് ഉപയോഗിക്കാം. പക്ഷെ ഞാൻ അതിൽ കുറച്ച് തേങ്ങയും കൂടെ അരച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. തേങ്ങ അരയ്ക്കാതെയും ഇട്ട് അരച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്, നല്ല ടേസ്റ്റി ആയിരിക്കും. പക്ഷെ ഞാൻ കുറച്ച് തേങ്ങയും കൂടി ഇടുന്നുണ്ട്, കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലും വരുമല്ലോ. അരച്ചെടുത്ത് നല്ല മഷി പോലെ. അത് നമ്മുടെ അരപ്പധികം അരയേണ്ടാത്തവർക്ക് അങ്ങനെ എടുത്താൽ മതി. ഇനി അതേ പാൻ തന്നെ ഞാൻ വെച്ചു, അടിയിലൊന്നും പിടിക്കാത്തതുകൊണ്ട് അതേ പാൻ തന്നെ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ വീണ്ടും കടുക് പൊട്ടിക്കാനുള്ളത് മാത്രം 1/4 ടീസ്പൂണൊക്കെ മതിയാവും. കടുകും കറിവേപ്പിലയും കൂടെ താളിക്കാൻ വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ ഇനിയും വറ്റൽമുളക് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഇടാം, പക്ഷെ ഞാനതൊന്നും ഇടുന്നില്ല, ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഇനി അതിലേക്ക് ഈ അരപ്പൊഴിച്ചു ഒന്ന് വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് എടുക്കാം. 1/2 ടീസ്പൂണൊക്കെ ഉപ്പ് മതിയാവും. അങ്ങനെ നേരത്തെ ഞാൻ കുറച്ച് ഒരു ഉപ്പിട്ടിരുന്നു ഉള്ളി വഴലാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയും ഒരു 1/2 ടീസ്പൂണൊക്കെ ഉപ്പിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചേക്കാം. 1-2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ചട്നി ആയിരിക്കും. നല്ല കളറ് തന്നെ കണ്ടോ, ചട്നിയുടെ കളർ മാറുന്നത് കണ്ടോ, ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും തന്നെ കണ്ടോ, നല്ല കളർഫുള്ള നല്ല ടേസ്റ്റിയാണത്.